എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. +1 ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചാപ്റ്റർ ഏതാണ്? യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ആണ്. അതിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ ഡൈമെൻഷണൽ ഫോർമുല ഫോർ ഏതൊക്കെയാണ്? ഫോഴ്സ്, കൈനറ്റിക് എനർജി, മൊമെന്റം, ഇമ്പൾസ്. ഇതിന്റെയൊക്കെ ഡൈമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ കാണാതെ തന്നെ പഠിച്ചിരിക്കണം. അപ്പൊ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ ഉപയോഗിച്ച് തന്നെ ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യമേ നോക്കാം. ഫോഴ്സ് ആണ് അല്ലെ. ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതാണ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് ഇക്വേഷൻ ഇല്ലേ. അപ്പൊ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ എം പറയും. ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? LT⁻² വരും. മനസ്സിലായല്ലോ. അപ്പൊ ഏതാണ് ഫോഴ്സിന്റെ ഡയമെൻഷൻ? ഏതാണ്? MLT⁻² ഇല്ലേ. അപ്പൊ അത് കാണാതെ തന്നെ പഠിക്കുക കേട്ടോ. ഫോഴ്സ് ഈസ് ഈക്വൽ ടു MLT⁻². ഇനി അടുത്ത ബി ഏതാണ്? കൈനറ്റിക് എനർജി ഇല്ലെ. കൈനറ്റിക് എനർജി ആണ്. കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ എന്താണ്? എനർജിയുടെ വരൂല്ലേ. എനർജിയുടെ അറിയാതിരിക്കണം. അല്ലെങ്കിൽ എന്ത് വേണം? ഇക്വേഷൻ, എനർജിയുടെ ഇക്വേഷൻ ഏതാണ്? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഏതാണ്? ½ mv² ആണ് അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇല്ല. മാസിന്റെ ഡയമെൻഷൻ m ആണ്. വെലോസിറ്റി എന്ന് പറയുമ്പോൾ LT⁻⁻1 വരും ഇല്ല. ദെൻ അതിന്റെ സ്ക്വയറും കൂടിയാണ് നമ്മൾ എടുക്കുന്നത്. therefore എന്ത് വരും? ML²T⁻². This is the dimension of energy. കൈനറ്റിക് എനർജി അല്ലെങ്കിൽ എനർജിയുടെ ഡയമെൻഷൻ ആണ് ML²T⁻². ക്ലിയർ ആയല്ലോ. then അടുത്ത ഏതാണ് ചോദിച്ചിരിക്കുന്നത്? മൊമെന്റം ആണ് അല്ലെ. മൊമെന്റത്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന P വെച്ചിട്ടാണ് അല്ലെ. മൊമെന്റത്തിന്റെ ഇക്വേഷൻ ഏതാണ്? മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പൊ മാസ് എന്ന് പറയുമ്പോൾ എന്താണ്? മാസ് ക്യാപിറ്റൽ എം വരും. വെലോസിറ്റി എന്ന് പറയുമ്പോൾ LT⁻⁻1. അപ്പം MLT⁻⁻1 ആണ് മൊമെന്റത്തിന്റെ ഡയമെൻഷൻ. ദെൻ അടുത്തത് ഏതാണ്? ഇമ്പൾസ്. ഇമ്പൾസ് നമ്മൾ I വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ അറിയാവോ? ഫോഴ്സ് ഇൻറ്റു ടൈം എന്നാണ് കേട്ടോ. ലാർജ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഷോർട്ട് ഇന്റർവൽ ഓഫ് ടൈം ആണ് ഇമ്പൾസ്. 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും നമുക്ക് വരും ചാപ്റ്ററുകളിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇമ്പൾസ് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പം ഇക്വേഷൻ ഇതാണ്. I ഈസ് ഈക്വൽ ടു F ഇൻറ്റു T ആണ്. ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതാണ്? ML⁻²ആണ്. ഇൻറ്റു ടൈം T വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ML⁻² എന്തുവരും? ഇവിടെ -2 ആണ്, ഇവിടെ 1 ആണ്. അപ്പം ML⁻⁻1. മനസ്സിലായല്ലോ. ഇതാണ് ഇമ്പൾസിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഒരു 10-15 എണ്ണത്തിന്റെ ഡയമെൻഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് കാണാതെ ക്ലിയർ ആയിട്ട് പഠിക്കാട്ട്. ഇങ്ങനെ നമുക്ക് ചെയ്യേണ്ടിരിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് 15 എണ്ണം ഉണ്ടോ, 15 എണ്ണത്തിന് നിങ്ങൾ കാണാതെ ക്ലിയർ ആയിട്ട് പഠിക്കുക. ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Give 2 examples for dimensionless quantities. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് കൺസിഡർ ചെയ്യാം കേട്ടോ. മറ്റേത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ Give 2 examples for dimensionless quantities. ഡയമെൻഷണൽ ക്വാണ്ടിറ്റീസിന് 2 എക്സാമ്പിൾസ് രണ്ടാമത്തെ A ആയിട്ട് കൺസിഡർ ചെയ്യാം. 2 എക്സാമ്പിൾ നോക്കിയേ. ഏത് വരും? ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസ് നമ്മൾ പഠിച്ചാണല്ലേ. ഏതൊക്കെയുണ്ട്? സോളിഡ് ആംഗിൾ ഇല്ലേ. സോളിഡ് ആംഗിൾ ആണ്, അതിന് ഡയമെൻഷൻ ഇല്ലാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പ്ലെയിൻ ആംഗിൾ ഇല്ലേ. പ്ലെയിൻ ആംഗിൾ, സോളിഡ് ആംഗിൾ. പിന്നെ ഏതാണ് വരുന്നത്? റിലേറ്റീവ് ഡെൻസിറ്റി ഇല്ലേ. റിലേറ്റീവ് ഡെൻസിറ്റി. പിന്നെ ഏതാണ്? സ്ട്രെയിൻ കേട്ടോ. ഇതിനൊക്കെ എന്താണ്? ഡയമെൻഷൻ ഇല്ല. അപ്പൊ ചോദിക്കും ഏതെങ്കിലും 2 എണ്ണം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. 4 എണ്ണം നിങ്ങൾ പഠിച്ചു വെച്ചോളൂ കേട്ടോ. സോളിഡ് ആംഗിൾ, പ്ലെയിൻ ആംഗിൾ, റിലേറ്റീവ് ഡെൻസിറ്റി, അതുപോലെ തന്നെ സ്ട്രെയിൻ. ക്ലിയർ ആയല്ലോ. ദെൻ അതിന്റെ ബി പാർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ഫൈൻഡ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിത്ത് ഫോളോയിങ് ഡയമെൻഷൻസ്. അപ്പം ഈ ഡയമെൻഷൻ തന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. അതിലെ എ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ML⁻⁻1 T⁻⁻2 ആണ്. അപ്പൊ ഇത് ഏതാണ് വരുന്നത്? കാണാൻ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. ഇത് ഏത് വരും? പ്രഷറിന്റെ ആണ് കേട്ടോ. പ്രഷറിന്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് ഇത് കേട്ടോ. പ്രഷർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ML⁻⁻2 ആണ്. ഏരിയ എന്ന് പറയുമ്പോൾ L² വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ML⁻⁻2 ഇൻറ്റു L⁻⁻2 വരും. ദെൻ പിന്നെ എന്താണ് വരുന്നത്? ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ഇത് തന്നെ വരും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ നിൽക്കല്ലേ. ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഒരു 15 എണ്ണത്തിനെ പഠിച്ചു വെച്ചോളുക. ഇതേതാണ്? പ്രഷർ ആണ്. ഇനി അതിന്റെ ബി പാർട്ട് ഏതാണ്? ML³ T⁻0. ഇത് ഏതാണ് വരുന്നത്? M മാസ് ഉണ്ട്. ദെൻ എന്താണ് പിന്നെ ലെങ്തും ആണ് വരുന്നത്. ഇപ്പൊ മാസ് ബൈ L³ ആണ്. അത് ഏതാണ് വരുന്നത്? ഡെൻസിറ്റി കേട്ടോ. ഡെൻസിറ്റി റോ ഉണ്ടല്ലോ. ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ ആണ് ഇത്. ML
-3 എന്ന് പറഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പൊ പഠിക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? The correctness of an equation x equal to ഏതാണ് a plus bt plus ct square is checked using the principle of homogeneity of dimensions where x is in meter and t is in second. What will be the dimensions of a, b and c? ഇക്വേഷൻ തന്നിട്ടുണ്ട്. എക്സ് മീറ്ററിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ടി സെക്കൻഡിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എ ബി സി എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതിന്റെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം എ ബി സി ടേംസ് ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ നമുക്കറിയാം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമ്മൾ എഴുതുവാണ് എക്സ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ടി പ്ലസ് സി ടി സ്ക്വയർ. അപ്പൊ ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ നമുക്കറിയാം ലെഫ്റ്റ് സൈഡിലുള്ള ടേമിന്റെ ഡയമെൻഷൻ തന്നെയായിരിക്കും റൈറ്റ് സൈഡിലെ ഓരോ ടേമിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയാലോ? അപ്പം ഡയമെൻഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതിനോട് ഈക്വൽ ആയിരിക്കും? ഡയമെൻഷൻ ഓഫ് എനോട് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഓൾസോ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ടി, അതിനോട് ഈക്വൽ ആയിരിക്കും എക്സ്. ദാറ്റ് ഓൾസോ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് സി ടി സ്ക്വയർ. ശരിയാണല്ലോ? എക്സ് എന്ന് പറഞ്ഞാൽ മീറ്ററിലാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്കറിയാലോ എക്സിന്റെ ഡയമെൻഷൻ ഏതാണ്? എൽ ആണ് അല്ലെ? എക്സിന്റെ ഡയമെൻഷൻ എന്ന് വെച്ചാൽ മീറ്ററിലാണ്. അത് ഏതാണ്? എൽ ആണ്. അത് എന്തിനോട് ഈക്വൽ ആണ്? എനോട് ഈക്വൽ ആണല്ലോ. അപ്പൊ ഡയമെൻഷൻ ഓഫ് എ നമുക്ക് ഇവിടെ കിട്ടി. ഏതാണ്? എൽ ആണ്. ക്ലിയർ ആയല്ലോ? ഇനി എന്താണ്? ബി ടിയുടെ കണ്ടുപിടിക്കാം. ഈ എക്സും ഈ ബി ടിയും ഈക്വൽ ആണല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ഡയമെൻഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ടി എന്ന് എഴുതാം. നമുക്ക് ഡയമെൻഷൻ ഓഫ് ബി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ബിനെ ഇങ്ങോട്ട് എടുത്തി. അപ്പൊ എങ്ങനെ എഴുതാൻ സാധിക്കും? ഡയമെൻഷൻ ഓഫ് എക്സ് ഡിവൈഡ് ബൈ ഡയമെൻഷൻ ഓഫ് ടി എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എക്സ് എന്ന് വെച്ചാൽ എൽ ആണ്. ഡയമെൻഷൻ ഓഫ് ടി എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ടി ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? എൽ ടി റേസ് ടു -1. അതായത് ഡയമെൻഷൻ ഓഫ് ബി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എൽ ടി റേസ് ടു -1 ആണ്. ഓക്കെ ആണല്ലോ? ഇനി എന്താണ്? സിയുടെ കണ്ടുപിടിക്കാം. ഇതേ രീതിയിൽ തന്നെ ഡയമെൻഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് സി ടി സ്ക്വയർ ആണ്. നമുക്ക് ഡയമെൻഷൻ ഓഫ് സി ആണ് കണ്ടുപിടിക്കേണ്ടത്. സിനെ അവിടെ നിർത്തുക. ദെൻ ഡയമെൻഷൻ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് ടി സ്ക്വയർ വരും അല്ലെ? അപ്പൊ ഡയമെൻഷൻ ഓഫ് എക്സ് എന്ന് വെച്ചാൽ എൽ ആണ്. എൽ ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ ടി റേസ് ടു -. ദാറ്റ് ഈസ് ദ ഡയമെൻഷൻ ഓഫ് സി. ഓക്കെ, കിട്ടിയല്ലോ? ഡയമെൻഷൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ ഏതാണ്? എൽ ആണ്. ഡയമെൻഷൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ ഏതാണ്? എൽ ടി റേസ് ടു -1 ആണ്. ഡയമെൻഷൻ ഓഫ് സി എന്ന് പറഞ്ഞാൽ ഏതാണ്? എൽ ടി റേസ് ടു -2. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഗിവ് എക്സാമ്പിൾസ് ഫോർ ഫോളോയിങ്. എക്സാമ്പിൾസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എ ഡയമെൻഷൻലെസ് ആൻഡ് യൂണിറ്റ്ലെസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ഡയമെൻഷൻലെസ്, അതായത് ഡയമെൻഷനും ഇല്ല യൂണിറ്റും ഇല്ലാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഡയമെൻഷൻ ഇല്ലാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ മുമ്പേ കണ്ടായിരുന്നു. അതുപോലെ തന്നെ യൂണിറ്റും ഇല്ലാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഡയമെൻഷൻ ഇല്ലാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് ഏത് പറയാം? റിലേറ്റീവ് ഡെൻസിറ്റി ഡയമെൻഷൻ ഇല്ല, അതുപോലെ തന്നെ അതിന് യൂണിറ്റും ഇല്ല. റിലേറ്റീവ് ഡെൻസിറ്റിക്ക് എന്താണ്? ഡയമെൻഷനും ഇല്ല യൂണിറ്റും ഇല്ല. ക്ലിയർ ആയല്ലോ? അതുപോലെ തന്നെ എന്താണ് വേറെ പറയുവാണെന്നുണ്ടെങ്കിൽ സ്ട്രെയിൻ പറയാം. സ്ട്രെയിന് ഡയമെൻഷനും ഇല്ല യൂണിറ്റും ഇല്ല. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് ഡയമെൻഷനും യൂണിറ്റും ഇല്ലാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇത് മിക്കപ്പോഴും 1 മാർക്കിന്റെ ആയിട്ട് ഇങ്ങനെ ചോദിക്കുന്നതാണ് കേട്ടോ, പഠിക്കണം. then അടുത്തതാണ് എ ഡയമെൻഷൻലെസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ബട്ട് ഹാവിംഗ് യൂണിറ്റ് ഇൻ എസ് ഐ സിസ്റ്റം. ഡയമെൻഷൻ ഇല്ല, പക്ഷെ എസ് ഐ സിസ്റ്റത്തിൽ യൂണിറ്റ് ഉണ്ട്. ഡയമെൻഷൻ ഇല്ലാത്ത 4 ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ പഠിച്ചത്. റിലേറ്റീവ് ഡെൻസിറ്റി, സ്ട്രെയിൻ ഉണ്ട്, പിന്നെ തന്നെ പ്ലെയിൻ ആംഗിൾ, സോൾഡ് ആംഗിൾ. അതിനൊന്നും ഡയമെൻഷൻ ഇല്ല, പക്ഷെ ഈ പ്ലെയിൻ ആംഗിളിലും സോൾഡ് ആംഗിളിലും എന്താണ് യൂണിറ്റ് ഉണ്ടല്ലോ, റേഡിയനും സ്റ്റീറേഡിയനും ഇല്ലേ? അപ്പൊ നമുക്ക് എഴുതാം ഏതൊക്കെയാണ് ഡയമെൻഷൻ ഇല്ല പക്ഷെ യൂണിറ്റ് ഉള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതൊക്കെയാണ്? പ്ലെയിൻ ആംഗിൾ അല്ലെ? പ്ലെയിൻ ആംഗിൾ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്? സോളിഡ് ആംഗിൾ. മനസ്സിലായല്ലോ? ഇനി അടുത്ത സി എന്നാണ്? ടു ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് ദ സെയിം ഡയമെൻഷൻ. സെയിം ഡയമെൻഷൻസ് ഉള്ള ഏതെങ്കിലും 2 ഫിസിക്കൽ ക്വാണ്ടിറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഏതൊക്കെ വരും? മൊമെന്റം കേട്ടോ, മൊമെന്റം ഉണ്ട്. മൊമെന്റത്തിനും അതുപോലെ തന്നെ ഇമ്പൾസ് കേട്ടോ. മൊമെന്റം, ഇമ്പൾസ് ഞാൻ ക്ലാസ് പഠിപ്പിച്ചപ്പം പറഞ്ഞതാണ് കേട്ടോ. മൊമെന്റത്തിനും ഇമ്പൾസിനും സെയിം ഡയമെൻഷൻ ആണ്. അതുപോലെ തന്നെ ഏതാണ്? സ്പീഡും വെലോസിറ്റിയും കേട്ടോ. സ്പീഡ് ആൻഡ് വെലോസിറ്റി, സ്പീഡിനും വെലോസിറ്റിക്കും സെയിം ഡയമെൻഷൻ ആണ്.
അതുപോലെ എന്ത് പറയാം, ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് കേട്ടോ. ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഇതിനൊക്കെ ഏതാണ്, സെയിം ഡയമെൻഷൻ ആണ്. പിന്നെ ഏത് പറയാം, പ്രഷർ കേട്ടോ, പ്രഷർ ആൻഡ് സ്ട്രെസ് കേട്ടോ, പ്രഷർ ആൻഡ് സ്ട്രെസ് ഇതിനൊക്കെ എന്താണ്, സെയിം ഡയമെൻഷൻ ആണ്. അതുപോലെ തന്നെ വേറെ ഉണ്ട് കേട്ടോ, വർക്ക് എനർജി കേട്ടോ, വർക്ക് ആൻഡ് എനർജി ഇതിന്റെ ഒക്കെ ഡയമെൻഷൻ ഒരുപോലെയാണ്. ടോർക്ക് കേട്ടോ, ടോർക്ക് ഇതിന്റെ ഒക്കെ ഡയമെൻഷൻ എങ്ങനെയാണ്, ഒരുപോലെയാണ് കേട്ടോ. അപ്പൊ ഏതേലും രണ്ടെണ്ണം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്തായാലും ഈ 5 പഠിച്ചു വെച്ചോളൂ കേട്ടോ. അതൊക്കെ ഏത് വേണമെങ്കിലും ചോദിക്കാം. then അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെലോസിറ്റി cannot be added to temperature. വെലോസിറ്റി നമുക്ക് ടെമ്പറേച്ചറിന്റെ കൂടെ ആഡ് ചെയ്യാൻ സാധിക്കില്ല അല്ലെ. ദിസ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് വിച്ച് ലോ ഓഫ് ഫിസിക്സ്. ഫിസിക്സിലെ ഏത് ലോയുമായിട്ടാണ് ഇത് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? വെലോസിറ്റി ഒരിക്കലും ടെമ്പറേച്ചറിന്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റില്ല. അത് ഏത് ലോ ആണ് ഫിസിക്സിലെ? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി അല്ലെ. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ആണ് ആ ലോ. നമുക്കറിയാവുന്നതാണ്, ഓരോ ടേം ഉണ്ട്, ഓരോ ടേം മറ്റൊരു ടേമിനോട് ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം വെലോസിറ്റി ടെമ്പറേച്ചറിനോട് ആഡ് ചെയ്യാൻ പറ്റില്ല. അത് ഏത് ലോ ആണ്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി സ്റ്റേറ്റ് ചെയ്യണം കേട്ടോ. ഹോമോജീനിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി സ്റ്റേറ്റ് ദ ലോ എന്നും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സ്റ്റേറ്റ്മെന്റ് കേട്ടോ, സ്റ്റേറ്റ്മെന്റ് എഴുതണം കേട്ടോ. The principle of homogeneity states that for an equation to be correct, the dimensions of each terms on both sides of the equation must be same. അതിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പഠിക്കണം, എഴുതണം. ക്ലിയർ ആയല്ലോ. ഇനി അതിന്റെ ബി പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചെക്ക് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ PV is equal to Fx. PV is equal to Fx അതിന്റെ ഡയമെൻഷൻ കറക്റ്റ്, ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. P എന്ന് പറഞ്ഞിങ്ങനെ പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ട്, V വോളിയം ആണ്, F എന്ന് വെച്ചാൽ ഫോഴ്സ് ആണ്, X എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റും ആണ്. ക്ലിയർ ആയല്ലോ. നമ്മുടെ ഇക്വേഷൻ ഏതാണ്? PV is equal to F into X ആണ്. നമ്മൾ ഓരോന്നിനും ഡയമെൻഷൻ എടുത്ത് എഴുതാം കേട്ടോ. ഡയമെൻഷൻ ഓഫ് പ്രഷർ, പ്രഷറിന്റെ ഡയമെൻഷൻ ഏതാണ്? mL⁻⁻1 T⁻⁻2 ആണ്. കാണാതെ പഠിച്ചിരിക്കണം ഓരോന്നിന്റെയും കേട്ടോ. ദെൻ അടുത്ത ഏതാണ്? വോളിയം ഇല്ലേ. V എന്ന് വെച്ചാൽ വോളിയം ആണ്. വോളിയം നമുക്കറിയാം എന്താണ്, L³ ആണ്. ദെൻ F എന്ന് വെച്ചാൽ എന്താണ്, ഫോഴ്സ് ആണ് അല്ലെ. ഫോഴ്സിന്റെ ഡയമെൻഷൻ mL⁻². ദെൻ X എന്ന് വെച്ചാൽ എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ആണ്, L ആണ്. ക്ലിയർ ആയല്ലോ. നമ്മുടെ ഇക്വേഷൻ ഇതാണല്ലോ. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. പ്രഷർ എന്ന് പറയുമ്പോൾ ഏതാണ്, അല്ലെങ്കിൽ ഇക്വേഷൻ എഴുതുക കേട്ടോ. PV is equal to F into X എന്ന് എഴുതുക. P എന്ന് പറഞ്ഞാൽ എന്ത് വരും? mL⁻⁻1 T⁻⁻2 ആണ്. B എന്ന് വരുമ്പോൾ എന്ത് വരും? L³ വരും. റൈറ്റ് സൈഡിൽ ഫോഴ്സ് ആണ്, അതായത് mL⁻⁻2. then X എന്ന് പറഞ്ഞാൽ L ആണ്. ക്ലിയർ ആയല്ലോ. നോക്കിയേ എന്ത് വരും? M ഇവിടെ ഒന്നേ ഉള്ളൂ, L-1 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. അപ്പൊ എന്ത് വരും? L² വരും. then T-2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും? M ഇവിടെ ഉണ്ട്, L ഇവിടെ ഒരെണ്ണമുണ്ട്, ഒരു L കൂടി ഇവിടെ ഉണ്ട്. അപ്പം L² വരും, T⁻⁻2. രണ്ട് സൈഡിൽ ഒരുപാട് ഇല്ല, ഡയമെൻഷൻ ഒരുപോലെ വന്നില്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം? therefore the equation is dimensionally correct എന്ന് പറയാം കേട്ടോ. therefore the equation ഇങ്ങനെ എഴുതണം കേട്ടോ. the equation is dimensionally correct. dimensionally correct ഇങ്ങനെ തന്നെ നിങ്ങൾ എഴുതണം കേട്ടോ. എങ്കിലുള്ളത് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? മെക്കാനിക്കൽ പവർ ഈസ് റെപ്രസെന്റഡ് ബൈ P is equal to FB plus ABQ into rho. പവർ ആണ് കേട്ടോ. വേറെ F is a ഫോഴ്സ്, B എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്, A എന്ന് വെച്ചാൽ ഏരിയ ആണ്, റോ എന്ന് വെച്ചാൽ ഡെൻസിറ്റി ആണ്, P എന്ന് വെച്ചാൽ പവർ ആണ് കേട്ടോ. അപ്പൊ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഡയമെൻഷണൽ ഫോർമുല ഓഫ് പവർ. പവറിന്റെ ഡയമെൻഷണൽ ഫോർമുല എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് ഡയമെൻഷൻ ഫോർമുല പവർ? mL² T⁻⁻3. പഠിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 15 എണ്ണത്തിന്റെ ഉറപ്പായിട്ട് നിങ്ങൾ എഴുതി പഠിക്കുക കേട്ടോ. mL² T⁻⁻3 ആണ് പവറിന്റെ ഡയമെൻഷൻ. ഇനി എന്താണ്? ചെക്ക് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ്. ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇക്വേഷൻ ഏതാണ്? P is equal to FV plus A into V³ അല്ലെ ഇൻറ്റു റോ എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഓരോന്നിനും ഡയമെൻഷൻ എഴുതാമല്ലോ. പവറിന്റെ ഡയമെൻഷൻ നമുക്ക് ഇവിടെ എഴുതി. ഏതാണ് പവറിന്റെ ഡയമെൻഷൻ? പവറിന്റെ ഡയമെൻഷൻ നമുക്കറിയാം mL² T⁻⁻3 എന്ന് എഴുതി. ദെൻ ഫോഴ്സിന്റെ ഡയമെൻഷൻ ഏതാണ്? ഫോഴ്സ് എന്ന് പറയുമ്പോൾ mL T⁻⁻2 വരും. ദെൻ ഏതാണ്? വെലോസിറ്റി ആണല്ലേ. വെലോസിറ്റി ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഏതാണ്? L⁻⁻1 ആണ്. ഇവിടെ എന്താണ്? V³ ഉണ്ടല്ലോ.
ഇല്ല വി ക്യൂബ് ഉണ്ടല്ലോ. അപ്പൊ എന്ത് വരും? എൽ ടി റേസ് ടു മൈനസ് 1 ഓൾ ക്യൂബ് വരും. അതായത് എന്ത് വരും? എൽ ക്യൂബ് ടി റേസ് ടു മൈനസ് 3 എന്ന് വരും. മനസ്സിലായല്ലോ? ദെൻ പിന്നെ അടുത്ത ഏതാണ്? ഏരിയ ഉണ്ടല്ലേ. ഏരിയ എന്ന് പറയുമ്പോൾ ഏതാണ് വരുന്ന ഡയമെൻഷൻ? എൽ സ്ക്വയർ ആണ് വരുന്നത്. പിന്നെ എന്തുണ്ട്? ഡെൻസിറ്റി ഇല്ല, ഡെൻസിറ്റി ഡയമെൻഷൻ ഏതാണ്? ഡെൻസിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? എം എൽ റേസ് ടു മൈനസ് 3. ക്ലിയർ ആയല്ലോ? നമ്മുടെ ഇക്വേഷൻ ഉണ്ട്, അതായത് പി ഈസ് ഈക്വൽ ടു എഫ് വി പ്ലസ് എ വി ക്യൂബ് ഇൻറ്റു റോ ആണ്. അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് എല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പവറിന്റെ ഡയമെൻഷൻ ഏതാണ്? എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 3 ആണ് പവർ. ഈസ് ഈക്വൽ ടു ഫോഴ്സ് എന്ന് പറയുമ്പോൾ എം എൽ ടി റേസ് ടു മൈനസ് 2, വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇൻറ്റു എൽ ടി റേസ് ടു മൈനസ് 1 പ്ലസ് അല്ലേ. പിന്നെ ഏരിയ എന്ന് പറയുമ്പോൾ എൽ സ്ക്വയർ വരും. പിന്നെ വെലോസിറ്റിയുടെ ക്യൂബ് എന്ന് പറയുമ്പോൾ എൽ ക്യൂബ് ടി റേസ് ടു മൈനസ് 3 അല്ലേ. ദെൻ റോ ഡെൻസിറ്റി ആണ്, ദാറ്റ് ഈസ് എം എൽ റേസ് ടു മൈനസ്. ക്ലിയർ ആയല്ലോ? റൈറ്റ് സൈഡിൽ നോക്കാം. ഇവിടെ നോക്കിയേ, ഒരു എം എ ഉള്ളൂ. എല്ല് ഇതാ ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരു എല്ലുണ്ട്. അപ്പം എൽ സ്ക്വയർ. ടി നോക്കിയേ, ഇവിടെ -2 ആണ്, ഇവിടെ -1, അപ്പം -3. ദെൻ പ്ലസ് ഇവിടെ നോക്കിയേ, ഇവിടെ എം ഒന്നേ ഉള്ളൂ. ദെൻ എല്ല് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് വരും? ഇതാ ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു 3 ഉണ്ട്, എൽ ക്യൂബ് ഉണ്ട്, ഇവിടെ ഒരു -3 ഉണ്ടല്ലോ. അപ്പൊ അത് രണ്ടും ക്യാൻസൽ ആയി പോകും. പിന്നെ അതാണ് പിന്നെ എൽ സ്ക്വയറേ ഉള്ളൂ, പിന്നെ ടി റേസ് ടു -3. ലെഫ്റ്റ് സൈഡിൽ ഏതാണ്? എം എൽ സ്ക്വയർ ടി റേസ് ടു -3. നോക്കിയേ, എല്ലാ ടേമിന്റെയും ഡയമെൻഷൻ ഒരുപോലെ അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം? Therefore, the equation is dimensionally correct. Equation is dimensionally correct. മനസ്സിലായല്ലോ? ഇതൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാട്ടോ. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടിക്കോളും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 7th one. The length, breadth and thickness of a metal sheet are 4.234 meter, 1.005 meter and 2.01 centimeter respectively. Give the area and volume of the sheet to correct significant figure. ഏരിയയും വോളിയം കണ്ടുപിടിക്കണം. അത് കറക്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗറിന് എഴുതാനുമാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കിയേ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തെഴുതാം കേട്ടോ. ആദ്യമേ ലെങ്ത് തന്നിട്ടുണ്ട്. ലെങ്ത് എത്രയാണ്? 4.234 മീറ്റർ തന്നിട്ടുണ്ട് അല്ലേ. പിന്നെന്താണ്? ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്. ബ്രെഡ്ത്ത് എത്രയാണ്? 1.005 മീറ്റർ തന്നിട്ടുണ്ട്. ദെൻ പിന്നെന്താണ്? തിക്നെസ് ആണ്. തിക്നെസ് ടി ആണ്. 2.01 സെന്റിമീറ്റർ. അത് മാത്രം സെന്റിമീറ്റർ തന്നിരിക്കുന്നുണ്ടോ? അപ്പൊ അതിനെ നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. 2.01 ഇൻറ്റു സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 10⁻⁻² കേട്ടോ. 10⁻⁻² മീറ്റർ ആണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ ഡിവൈഡ് ബൈ 100 എന്ന് ചെയ്തില്ല, അത് തന്നെയാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇങ്ങനെ പവർ ഇട്ട് വേണം എഴുതാൻ. കൺവേർട്ട് ചെയ്യുമ്പോൾ 10⁻⁻² മീറ്റർ, സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ. ഓക്കെ ആണല്ലോ? ഇനി എന്താണ് കണ്ടുപിടിക്കുന്നത്? ഏരിയ കണ്ടുപിടിക്കണം അല്ലേ. ഏരിയ കണ്ടു എങ്ങനെയാണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പൊ ലെങ്ത് എത്രയാണ്? 4.234 ഇൻറ്റു ബ്രെഡ്ത്ത് 1.005 ആണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 4.25517 കേട്ടോ. അത്രയും മീറ്റർ സ്ക്വയർ കിട്ടും. എന്താണ്? ഏരിയ കിട്ടി. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഏരിയ ആൻഡ് വോളിയം ഓഫ് ദ ഷീറ്റ് കറക്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം കറക്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗർ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? നമുക്ക് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് ഉണ്ടല്ലോ, അതിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗർ എത്രയാണെന്ന് നോക്കുക. മനസ്സിലായല്ലോ? ഇപ്പം ലെങ്തും ബ്രെഡ്ത്തും ആണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അതിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗർ ഏതാണ്? അതിൽ ഏറ്റവും കുറഞ്ഞ സിഗ്നിഫിക്കന്റ് ഫിഗർ ഉള്ള എടുക്കുക. അതായിരിക്കും റിസൾട്ടിലും വരുന്ന സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ എല്ലാത്തിലും ഏതാണ്? ലെങ്തിലും ബ്രെഡ്ത്തിലും ഏതാണ്? 4 ആണ് സിഗ്നിഫിക്കന്റ് ഫിഗർ വരുന്നത്. അപ്പം ഇവിടെ നമ്മൾ സിഗ്നിഫിക്കന്റ് ഫിഗർ 4ൽ റൗണ്ട് ചെയ്ത് എഴുതണം കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതണം? ഏരിയ ഓഫ് ഷീറ്റ് ടു കറക്റ്റ് സിഗ്നിഫിക്കന്റ് അല്ലേ. കറക്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗർ കേട്ടോ. സിഗ്നിഫിക്കന്റ് ഫിഗർ എത്രയായിട്ട് വരും? സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? ഇവിടെ 4 വരും. അപ്പം 4.255 ഇല്ല, അത്രയും മീറ്റർ സ്ക്വയർ. മനസ്സിലായല്ലോ? ഞാൻ അടുത്ത് എന്താണ് കണ്ടുപിടിക്കുന്നത്? വോളിയം കണ്ടുപിടിക്കണം അല്ലേ. വോളിയം നമുക്ക് കണ്ടുപിടിക്കണം. വോളിയം എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ് ആണ് വോളിയം ഇല്ലേ. അപ്പൊ ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം 4.234. ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ 1.005 ആണ്. തിക്നെസ് എന്ന് പറയുമ്പോൾ 2.01 ഇൻറ്റു 10⁻². മനസ്സിലായല്ലോ?
ഇതെല്ലാം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഈ പവർ ഒക്കെ ഉണ്ടല്ലോ, പവർ ഒക്കെ എന്ന് പറയുമ്പോൾ രണ്ട് സാധനം ഇങ്ങോട്ട് മാറ്റി വരുമല്ലോ, അപ്പൊ അതൊക്കെ അനുസരിച്ച് ചെയ്യുക കേട്ടോ. അപ്പൊ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് 0.085528 വരും കേട്ടോ. അത്രയും മീറ്റർ ക്യൂബ് എന്നാണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് 10⁻² ഇടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഡിവൈഡ് ബൈ 100 ആ രീതിയിൽ എഴുതി ചെയ്യാം. അപ്പൊ 0.002 എന്ന് വരും ഇവിടെ ഇതിന്റെ വരുന്നത് കേട്ടോ. അപ്പൊ ആ രീതിയിൽ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ കിട്ടിയല്ലോ. ഇനി കറക്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗറിന് എഴുതണല്ലോ. നമുക്ക് എങ്ങനെ എഴുതാം? വോളിയം ഓഫ് ഷീറ്റ് കേട്ടോ. വോളിയം ഓഫ് ഷീറ്റ് ടു കറക്റ്റ് സിഗ്നിഫിക്കന്റ് കേട്ടോ. കറക്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഈസ്. ഇവിടെ നോക്കിയേ, അപ്പൊ ഈ ഒരു കേസിൽ എങ്ങനെയാണ് വരുന്നത്? നമുക്കറിയാം ഈ 2.01 നമ്മൾ എഴുതുവാണെന്നുണ്ടെങ്കിൽ പോയിന്റ് എത്ര വരും? 0.00201 എന്ന് വരും. അപ്പൊ ഈ 00 ഇവിടെ സിഗ്നിഫിക്കന്റ് അല്ലല്ലോ. അപ്പം ഇവിടുത്തെ സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് പറയുമ്പോൾ 3 വരും അല്ലെ? ഈ 201 എടുത്താൽ മതിയല്ലോ. അപ്പം ഇവിടെ വരുമ്പോഴെങ്ങനെ വരും? ഇവിടുത്തെ ഇവിടെ 4 എണ്ണം ഉണ്ട്, ഇവിടെ 4 എണ്ണം ഉണ്ട്, ഇവിടെ എത്ര വരും? 3 ആണ് വരുന്നത്. അപ്പം 3 സിഗ്നിഫിക്കന്റ് ഫിഗർ നമ്മൾ കറക്റ്റ് ചെയ്ത് എഴുതുക. അപ്പൊ എത്ര വരും? 0.0855 അല്ലെ? സിഗ്നിഫിക്കന്റ് ഫിഗർ 3 ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു അത്രോ അല്ലേ? അപ്പൊ അത്രോ മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ 8th one. Find the number of significant figures. ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓരോന്നിനെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ നോക്കിയേ, അതാണ് 0.007 അല്ലെ? 7 മീറ്റർ ക്യൂബ് വരും. ഇതിൽ എത്രയാണ് വരുന്നത്? സിഗ്നിഫിക്കന്റ് ഫിഗർ 1 ആണ് വരുന്നത് അല്ലെ? ഈ 00 അവിടെ ഇമ്പോർട്ടന്റ് അല്ല. ദെൻ ബിയില് ഏതാണ്? 6.00320 ജൂൾ. ഇത് എത്ര വരും? ഇവിടെ നോക്കിയേ 6 വരുമല്ലോ. അതുകൊണ്ട് ഈ 0 ഒക്കെ അവിടെ സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ എത്ര വരും? 6 ആണ് ഇവിടുത്തെ സിഗ്നിഫിക്കന്റ് ഫിഗർ. ദെൻ അടുത്ത 2.640 into 10⁻24 കിലോഗ്രാം. ഏതാണ് വരുന്നത്? 4 വരും അല്ലെ? 4 ആണ് സിഗ്നിഫിക്കന്റ് ഫിഗർ. ദെൻ ഡി 91.000 മീറ്റർ. ഇത് വരും ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അപ്പം 5 ആണ് അവിടുത്തെ സിഗ്നിഫിക്കന്റ് ഫിഗർ. ദെൻ ഇ 0.08240 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ എത്രയാണ്? ഈ 0 ഇമ്പോർട്ടന്റ് അല്ല, ബാക്കി അല്ലെ? അപ്പൊ എത്ര വരും? 4 ആണ്. ദെൻ എഫ് ഏതാണ്? 4.57 into 10⁻8. ഏതാണ് അവിടെ വരുന്നത്? 3 വരും. സിഗ്നിഫിക്കന്റ് ഫിഗർ 3. മനസ്സിലായല്ലോ. അപ്പം കുറച്ച് ക്വസ്റ്റ്യൻസോട്ട് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ റിപ്പീറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പറുകളൊക്കെ മാറ്റിയാണ് മിക്കപ്പോഴും എക്സാമിന് ചോദിക്കുന്നത്. കൃത്യമായിട്ട് എല്ലാവരും പഠിക്കുക കേട്ടോ. പ്രത്യേകിച്ച് ഡയമെൻഷന്റെ കേസിൽ, ഡയമെൻഷൻ ഞാൻ അന്ന് പഠിപ്പിച്ച ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടായിരുന്ന ക്ലാസ്സിലും ഒരു 15 എണ്ണത്തിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ആ 15 എണ്ണം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. അത് അത്രയെങ്കിലും പഠിച്ചിരിക്കണം, കാണാതെ തന്നെ പഠിച്ചിരിക്കണം. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാനും പിന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ. അത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ, വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസുകളൊക്കെ കാണുക. ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ടെലിഗ്രാം ഒക്കെ ഉണ്ട്, അതിലൊക്കെ ജോയിൻ ചെയ്യുക. നോട്ട്സുകൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോട്ട്സുകളൊക്കെ ഞാൻ അതിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ചോദിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഡിസ്കസ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കാണാം. എന്നിട്ട് പറയണം, എല്ലാവരും എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. താങ്ക് യു.